എന്തിനാണ് ഇന്ത്യയോട് മാത്രം ഇത്ര ദേഷ്യമെന്ന് തോന്നിപ്പോവുകയാണ് ട്രംപിന്റെ ഭീഷണികൾ കാണുമ്പോൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന തീരുവ ഈടാക്കുന്നുവെന്ന് പറഞ്ഞാണ് 25% തീരുവ ആദ്യം ചുമത്തിയത്. പിന്നീട് ഭീഷണി മറികടന്ന് റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നതിന് പിഴയായി. അങ്ങനെ ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ 50%. ഇപ്പോൾ ട്രംപ് പറയുന്നത് വ്യാപാര കരാറിലെ ചർച്ച പോലും ഇതിലൊരു തീരുമാനമായിട്ട് മതിയത്രേ. എന്തായാലും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ഇതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല. സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ എത്തുകയാണ് ഇന്ത്യയിലേക്ക്. പുടിനുമായുള്ള സൗഹൃദം ദൃഢമാകുമ്പോൾ ട്രംപിന്റെ കാര്യം ഇനി എന്താകും? ഉപേക്ഷിക്കുകയാണോ ഈ സൗഹൃദം മോദിയും? അങ്ങനെ ആകാംക്ഷകൾ ഒരുപാട് നിറഞ്ഞതാണ് വേൾഡ് പൊളിറ്റിക്സ്. പക്ഷേ നേതാക്കന്മാരുടെ ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? താരിഫ് യുദ്ധത്തിൽ പിടഞ്ഞു വീഴുക ആരൊക്കെ? തിരിഞ്ഞു നോക്കാം പോയ വാര ലോക കാഴ്ചകളിലേക്ക്. പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ ഈ ലോകത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവകാശം ഉണ്ടെന്നിരിക്കെയാണ് ട്രംപ് സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നത്. റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിന് ട്രംപ് എന്തിനാണ് ഈ അരിശം കൊള്ളുന്നത്? മിഡിൽ ഈസ്റ്റിനെ വിട്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള 80% എണ്ണയും വാങ്ങുന്നത് അത് ലാഭകരമായ ബിസിനസ് ആയതുകൊണ്ടാണ്. ആഗോള മാർക്കറ്റിൽ $80 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില. പക്ഷേ റഷ്യയിൽ നിന്ന് $60 ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. അത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. യുക്രൈൻ ജനതയ്ക്ക് എതിരാണ് ഇന്ത്യയുടെ നയമെന്നൊക്കെ ട്രംപ് പുറമേ പറഞ്ഞാലും അതൊന്നുമല്ല ട്രംപിന്റെ പ്രശ്നമെന്ന് അറിയാവുന്നതാണല്ലോ. ഇനി എന്ത് പറഞ്ഞാലും നീതീകരിക്കാനാകാത്തതാണ് ട്രംപിന്റെ ഈ നയങ്ങൾ. കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് തുടങ്ങിവെച്ച താരിഫ് യുദ്ധം ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ പിടിവാശികൾക്ക് പ്രത്യാഘാതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയാണ്. പകരച്ചുങ്കമായ 25% തീരുവ ചുമത്തിയത് ഓഗസ്റ്റ് 1 അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിൽ വന്നു. ഇനി റഷ്യൻ ബന്ധത്തിന് പിഴയായി ചുമത്തിയ 25% കൂടി ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രസീലിനൊപ്പം ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറും. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $12,920 കോടി. ഇതിൽ 4000 കോടിയോളം വ്യാപാര മിച്ചമാണ് ഇന്ത്യക്കുള്ളത്. ഈ നേട്ടത്തിന് തിരിച്ചടി നേരിടും. ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും മാത്രം കയറ്റുമതിയിൽ പ്രതിവർഷം നടക്കുന്നത് $1000 കോടി വ്യാപാരമാണ്. പകരച്ചുങ്കം പ്രാബല്യത്തിലായതോടെ ഇനി കയറ്റുമതിയുടെ വേഗം കുറയും, കയറ്റുമതി ചെലവ് കൂടുകയും ചെയ്യും. ഇത് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് സ്വാഭാവികമായും ഉയർത്തും. ഇന്ത്യയിൽ നിന്നുള്ള പേറ്റന്റ് ഇല്ലാത്ത ജനറിക് മരുന്നുകളുടെ പ്രധാന വിപണിയാണ് അമേരിക്ക. ഏകദേശം $800 കോടി വാർഷിക കയറ്റുമതിയാണ് നടക്കുന്നത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നിന്റെ സിംഹഭാഗവും ഇന്ത്യയിൽ നിന്ന് ഉള്ളതായതിനാൽ വിലക്കയറ്റം ബാധിക്കുന്നത് അമേരിക്കൻ പൗരന്മാരെ കൂടിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവയ്ക്ക് ഇനി അമേരിക്കയിൽ വില കൂടുമ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം വിപണികൾക്ക് ഇനി നേട്ടമാകും. ഇന്ത്യയെ പ്രധാന നിർമ്മാണ ഹബ്ബായി ആപ്പിൾ എന്ന ഭീമൻ വ്യവസായി മാറ്റുന്നതിനിടെ വന്ന ഈ ചുങ്ക തിരിച്ചടി കാരണം ആപ്പിൾ വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ ചേക്കേറുമെന്ന സൂചനയുമുണ്ട്. ബസ്മതി അരി, സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, പുകയില, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് കാർഷിക മേഖലയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി. $280 കോടി ചെമ്മീനാണ് ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷം അമേരിക്കയിലേക്ക് മാത്രം കയറ്റി അയച്ചത്. ഇതുവരെ ചെമ്മീനിന് തീരുവ ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്താണ് 25% തീരുവ ബാധ്യത ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. ഇനി അമേരിക്കയിലെ ചെമ്മീൻ വിപണി ഇന്ത്യയെ മറികടന്ന് ഇക്വഡോർ സ്വന്തമാക്കും. ഇക്വഡോറിന് 10% മാത്രമാണ് തീരുവ. കേരളത്തിനും പ്രത്യേകമായി ഈ പ്രതിസന്ധി പ്രത്യാഘാതം സൃഷ്ടിക്കും. കാർഷിക സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന് നിർണായകമായ പങ്കുണ്ട്. സമുദ്രോൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ കയറ്റുമതിയിൽ
14% കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനത്തിന്റെയും കശുവണ്ടിയുടെയും തേയിലയുടെയും കയറിന്റെയും പ്രധാന വിദേശ മാർക്കറ്റ് അമേരിക്കയാണ്. എന്നിരിക്കെ തീരുവയുദ്ധം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സർക്കാരിന്റെ ധനസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തുന്നു. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ, അതായത് GDP വളർച്ചയിൽ 0.20%-നും 0.30%-നും ഇടയിൽ കുറവുണ്ടായേക്കുമെന്നാണ് ആഗോള റിസർച്ച് ഏജൻസികൾ പറയുന്നത്. 25% തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഓഹരി വിപണിയിലും ഇടിവ് നേരിട്ടു. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ഇതിനിടെ 5 വട്ടം നടന്നു. ഇനി 6ാം വട്ട ചർച്ചയ്ക്കായി US സംഘം അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരാനിരിക്കെയാണ് ഇടുത്തി പോലെ ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനം വന്നത്. തീരുവ വിഷയത്തിൽ തീരുമാനമായിട്ട് മതി ഇനി വ്യാപാര കരാർ ചർച്ച. ട്രംപിന്റെ ആവശ്യം ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നു നൽകണം എന്നതാണ്. ക്ഷീരമേഖലയിലും സമുദ്രമേഖലയിലുമുള്ള വിപണി അമേരിക്കയ്ക്ക് വേണം. ഇത് ഇന്ത്യൻ കർഷകരെ ബാധിക്കും എന്നതിനാൽ സാധിക്കില്ലെന്ന് ഇന്ത്യ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇരട്ട ചുങ്കം ചുമത്തിയാലും എന്തു വില കൊടുത്തും രാജ്യത്തെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ ആ കരാറിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകില്ലെന്ന് ചുരുക്കം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യക്ക് തിരിച്ചടി നൽകി അമേരിക്ക നേട്ടം കൊയ്തു. നോക്കാം. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് വഴി US-ന് വൻ വരുമാന വളർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിമാസം $50 മില്യൺ വരുമാനം ഇതുവഴി US-ന് ലഭിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താരിഫുകളിൽ നിന്ന് അമേരിക്ക പ്രതിമാസം $50 ബില്യൺ വരെ പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് വ്യാഴാഴ്ച പറഞ്ഞു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ് അമേരിക്കയെ ലോകത്തെ അചഞ്ചലമായ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നത്. അതിന് ട്രംപ് കണ്ട പ്രധാന മാർഗം താരിഫ് തന്നെ. താരിഫ് കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് ട്രംപ്. പക്ഷേ അപ്പോഴും പാകിസ്ഥാനെ തലോടുകയും ചൈനയ്ക്ക് ചർച്ചയ്ക്കും ആലോചനയ്ക്കുമുള്ള സമയവും നൽകുകയും ചെയ്തു. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ട്രംപ് പറയുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ രാജ്യങ്ങളും ചുമത്തും പോലെ 17% തീരുവ മാത്രമേ ഇന്ത്യ ചുമത്തുന്നുള്ളൂ. ഇതാകട്ടെ ആഗോള വ്യവസ്ഥകൾക്ക് എതിരുമല്ല താനും. ചൈനയുമായുള്ള കരാറിൽ ധാരണയായില്ലെങ്കിൽ മാത്രമാണ് ചൈനയ്ക്ക് മേൽ 125% തീരുവ ചുമത്തുക. അതിന് 90 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ചർച്ചകൾ തുടരുകയുമാണ്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ് എന്നിരിക്കെ കൂടിയാണ് ഈ മൃദു സമീപനം. ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പിനെയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. താരിഫിൽ മുട്ടുമടക്കാത്ത ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ച് ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ഇന്ത്യക്കൊപ്പം വൻ താരിഫുള്ള ബ്രസീൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യയും ബ്രസീലും ഒരുമിച്ച് നേരിടുമെന്ന് ബ്രസീൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏകപക്ഷീയ തീരുവയെക്കുറിച്ച് ചർച്ച നടത്തിയെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവ പറഞ്ഞു. ഒപ്പം റഷ്യയുമായി ഇപ്പോൾ ഊഷ്മളമായ ചർച്ചകൾ നടക്കുകയുമാണ്. പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു പക്ഷേ ട്രംപിന്റെ സ്വപ്ന കൂടാരത്തെ തകർത്തുകൊണ്ട് ലോകക്രമങ്ങൾ തന്നെ ഇനി മാറി മറിഞ്ഞേക്കും. ട്രംപ് എന്ന ഫ്രണ്ട് നഷ്ടപ്പെടുമ്പോൾ റഷ്യ എന്ന പുതിയ ബെസ്റ്റ്. ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്ന പുത്തൻ സാധ്യതകൾ എന്തൊക്കെ? ലോക ഭൂപടത്തിൽ അമേരിക്കയുടെ സർവാധിപത്യം അവസാനിക്കുകയാണോ? പുതിയ ശാക്തിക ചേരികളുടെ ധ്രുവീകരണം സമവാക്യങ്ങളിൽ എന്ത് മാറ്റം സൃഷ്ടിക്കും? ഇന്ത്യക്കും റഷ്യയ്ക്കുമൊപ്പം ചൈനയും കൈകോർത്താൽ ആ ചെക്കിനെ മറികടക്കാൻ ട്രംപിന് കഴിയുമോ? ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ്. കൂടാതെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ 3ാമത്തെ വലിയ രാജ്യവും.
വ്യവസായശാലകൾ, വാഹനങ്ങൾ, വീടുകൾ, ബിസിനസ്സുകൾ എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് ധാരാളം ഇന്ധനം ആവശ്യമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ 0.2% മാത്രമായിരുന്നു റഷ്യയുടെ പങ്ക്. നിലവിലത് 35 മുതൽ 40%. മാത്രമല്ല, ഇന്ത്യയുടെ പരമ്പരാഗത എണ്ണ സ്രോതസ്സുകളായ ഗൾഫ് രാഷ്ട്രങ്ങളെ ബഹുദൂരം പിന്തള്ളിയാണ് റഷ്യ ഒന്നാമതെത്തിയത്. ഇതിന് കാരണം റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറായിരുന്നു. ഇത് ഇന്ത്യക്ക് പണം ലാഭിക്കാനും രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാനുമുള്ള ഒരു അവസരമായി മാറി. ഇത് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധം, വ്യാപാരം, ഊർജം എന്നീ മേഖലകളിലെ ഒരു ദീർഘകാല പങ്കാളിയാണ് റഷ്യ. എണ്ണ വാങ്ങുന്നത് ഈ ബന്ധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് വളരെ നീണ്ടതും ശക്തവുമായ ഒരു ചരിത്രമുണ്ട്. ഈ ബന്ധം പലപ്പോഴും ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ അതിജീവിച്ച ഒന്നാണ്. 2024-25 കണക്ക് പ്രകാരം ഇന്ത്യയും റഷ്യയും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം $68.7 ബില്യൺ. കോവിഡ് കാലത്തിന് മുമ്പ് ഇത് 10.1 ബില്യൺ മാത്രമായിരുന്നു. 68.7 ബില്യണിൽ 63.84 ബില്യണും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയാണ്. റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വെറും 4.88 ബില്യൺ മാത്രമാണ്. 2030ഓടെ വ്യാപാരം 100 ബില്യണിൽ എത്തിക്കുകയാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ട്രംപ് ഇപ്പോൾ താരിഫ് ഉപരോധ ഭീഷണിയുമായി എത്തിയത്. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. റഷ്യയെ ശിക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുടരാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ഞങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ചത് എവിടെ നിന്നാണോ അവിടെ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങും. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ട്രംപിന്റെ ഇരട്ട തീരുവയ്ക്ക് പിന്നാലെ നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു. മറ്റൊന്ന്, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങുമായി മോദിയും പുടിനും ചർച്ച നടത്തുമെന്ന സൂചനകളുമുണ്ട്. ഇവയെല്ലാം ട്രംപിനെതിരായ നീക്കത്തിന്റെ ഭാഗമായി വിലയിരുത്താം. ലാണ് മോദി അവസാനമായി ചൈന സന്ദർശിച്ചത്. അതിനുശേഷം ഗൽവാൻ താഴ്വരയിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക സുരക്ഷ, ഭീകരവാദം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ SCO അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും. ഇന്ത്യ ചൈന ബന്ധത്തിൽ സ്ഥിരതയും സംഭാഷണങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കും. ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി അനൗപചാരിക കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ പ്രതിരോധ സുരക്ഷാ സഹകരണം, നിലവിലെ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ വിതരണം തുടങ്ങിയവ ചർച്ചയായി. കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്, ഇന്ത്യയിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നത്, റഷ്യയുടെ Su-57 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതകളിലും ധാരണയായി എന്നാണ് വിവരം. അതിനിടെ ഈ മാസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും റഷ്യ സന്ദർശിക്കുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറോസോവുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. തർക്കങ്ങൾക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്ന വിവരവുമുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം മോദിയും പുടിനും 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയം വെറും എണ്ണയെക്കുറിച്ചുള്ളതല്ല, ആഗോള ശക്തിയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ
തങ്ങളെ ഇനി എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അവർ തുല്യമായ പരിഗണനയും തീരുമാനങ്ങളിൽ സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഒപ്പം വിദേശ സമ്മർദ്ദങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങാൻ തയ്യാറാകുന്നുമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെയും യൂറോപ്പിനെയും അതൃപ്തരാക്കിയിരിക്കാം. എന്നാൽ ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയും സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും വ്യക്തമാക്കുന്നതാണ്. ഊർജ്ജവില ഉയർന്നതും ലോകം സംഘർഷങ്ങളാൽ വിഭജിക്കപ്പെട്ടതുമായ ഈ സമയത്ത് ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും ഏറ്റവും മികച്ചതെന്താണോ അത് ചെയ്യുന്നു. ഈ നിലപാട് എല്ലാവരെയും സന്തോഷിപ്പിച്ചെന്ന് വരില്ല. എന്നാൽ ഇത് പരമാധികാരം, സമനില, സ്വാതന്ത്ര്യം എന്നിവയുടെ ഒരു ശക്തമായ സന്ദേശമാണ്. വർഷങ്ങളായി തുടരുന്ന പലവിധ ലോക സാഹചര്യങ്ങളെ ഒരുമിച്ച് നിന്ന് മറികടന്ന ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് ഇല്ലാതാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കുകയോ ചെയ്യുമെന്നാണ് അമേരിക്കൻ ചേരി കരുതുന്നതെങ്കിൽ അത് വെറുതെയാണ്. ഇന്ത്യ റഷ്യ ബന്ധം തുടരും. അത് അമേരിക്ക കരുതുന്നതിനേക്കാൾ അധികം ദൃഢതയുള്ള ബന്ധമാണ്. ഇന്ത്യക്കും റഷ്യയ്ക്കും കടുത്ത വിമർശനവും പരിഹാസവും ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഡെഡ് ഹാൻഡ് ഓർമ്മപ്പെടുത്തിയാണ് റഷ്യ മറുപടി നൽകിയത്. പിന്നാലെ റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചു ട്രംപ്. ഇപ്പോൾ നടക്കുന്ന വ്യാപാര യുദ്ധം മറ്റൊരു യുദ്ധത്തിന്റെ കാഹളം മുഴക്കുകയാണോ? വിശദമായി നോക്കാം. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് പുതിയ സമയപരിധി ട്രംപ് നിശ്ചയിച്ചതിന് പിന്നാലെയാണ് പോരാട്ടം കൂടുതൽ കനത്തത്. പുടിൻ 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുടെ എണ്ണയ്ക്കും മറ്റു കയറ്റുമതികൾക്കും നേരെ കടുത്ത തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. പിന്നാലെ ട്രംപ് അന്ത്യശാസനം കളിക്കുകയാണെന്നായിരുന്നു റഷ്യയുടെ പരിഹാസം. ഓരോ പുതിയ അന്ത്യശാസനവും ഭീഷണിയുമെല്ലാം യുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ആരോപിച്ചു. ഇരുവരും തമ്മിലുള്ള ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ പിന്നീട് യുദ്ധഭീഷണിയിലേക്ക് വരെ എത്തി. ഇതിനിടയിലാണ് ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്വദേവ് ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശം നടത്തിയത്. തൊട്ടു പിന്നാലെ റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ സൈനിക പ്രോട്ടോകോൾ അനുസരിച്ച് അന്തർവാഹിനികൾ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്താണ് ഡെഡ് ഹാൻഡ്? എന്താണ് ഡെഡ് ഹാൻഡ്? മെദ്വദേവിന്റെ ഈ ഓർമ്മപ്പെടുത്തലിൽ ട്രംപ് ഭയന്നോ? അങ്ങനെ ഭയക്കേണ്ട ഒന്നാണോ ഇത്? സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലയളവാണ് ശീതസമരകാലം. GPS, ഇന്റർനെറ്റ് തുടങ്ങിയ അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ അതീവ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും വികസിക്കപ്പെട്ടു. ഇക്കൂട്ടത്തിലൊന്നാണ് ഡെഡ് ഹാൻഡ്. ഒരു വലിയ ആണവാക്രമണത്തിലൂടെ മുഴുവൻ റഷ്യൻ നേതൃത്വത്തെയും നശിപ്പിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ പ്രായോഗികമാക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണിത്. അങ്ങനെ സംഭവിച്ചാൽ പോലും ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഈ സംവിധാനത്തിലൂടെ അവർക്ക് കഴിയും. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതാണ് ഈ സംവിധാനം. മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശം പോലും വേണ്ട. ഡെഡ് ഹാൻഡ് എന്ന് പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ആണവാക്രമണം നടന്നാലാണ് പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. ഇത് സജീവമാകുന്നതോടെ റേഡിയോ പോർമുനയുമായി ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കും. ഈ മിസൈൽ രാജ്യത്തുടനീളമുള്ള എല്ലാ ആണവ മിസൈൽ സൈലോകളിലേക്കും കമാൻഡ് സെന്ററുകളിലേക്കും ന്യൂക്ലിയർ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള കമാൻഡുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ മേൽ ഏതെങ്കിലും രാജ്യം ആണവാക്രമണം നടത്തിയാൽ ആ രാജ്യം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്ന സംവിധാനമാണിത്. പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലായിരുന്നു. എന്നാൽ 2011 റഷ്യ സ്ഥിരീകരണം നൽകി. തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിക്കുമെന്നതാണ്
ഡെഡ് ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം. പല രാജ്യങ്ങളെയും വിരട്ടുന്നത് പോലെ റഷ്യയെ വിറപ്പിക്കാമെന്ന് അമേരിക്ക കരുതുന്നില്ല. മറിച്ച് സാമ്പത്തിക ഉപരോധത്തിലൂടെ തളർത്താമെന്ന തന്ത്രവും വിലപ്പോകുന്നില്ല. അതിന് കാരണം റഷ്യയ്ക്കുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും വ്യാപാര പിന്തുണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പുതിയ നീക്കം എന്തെന്നത് നിർണായകമാണ്. റഷ്യയുടേത് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നൊബേലിന് മേലുള്ള ചെക്കായും വിലയിരുത്താം. കൊടും പട്ടിണി തളർത്തിയ ഗാസയെ മൊത്തത്തിൽ പിടിച്ചടക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഈ നീക്കത്തിനെതിരെ രാജ്യാന്തര തലത്തിലും എന്തിന് സ്വന്തം സേനയിൽ നിന്ന് പോലും വിമർശനവും എതിർപ്പും ഉയർന്നിട്ടുണ്ട്. ഇവയെല്ലാം മറികടന്നുള്ള നെതന്യാഹുവിന്റെ ഈ പദ്ധതിക്ക് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. പലസ്തീൻ മേഖലയിൽ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി നടപ്പായാൽ വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻകാർ തെക്കൻ ഗാസയിലേക്ക് പോകാൻ നിർബന്ധിതരാകും. ഇത് അവിടുത്തെ പ്രശ്നം കൂടുതൽ വഷളാക്കും. പല ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിനുള്ളത്. ഗാസയിൽ ഹമാസ് ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്യുന്നത് തടയുകയാണ് ഇതിൽ പ്രധാനം. ഇതുവഴി ഹമാസ് വീണ്ടും കരുത്തു നേടുമെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു. ഗാസയുടെ നിയന്ത്രണത്തിലൂടെ ലഭിക്കുന്ന മേധാവിത്വത്തിലൂന്നി ബന്ദികളെ വിട്ടുകിട്ടാൻ നിർബന്ധിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഗാസയുടെ 75% ഭാഗങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവശേഷിക്കുന്ന 25%-ൽ മധ്യ ഗാസയിലെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടുന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ പിടിച്ചെടുക്കൽ ഘട്ടം ഘട്ടമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് ആദ്യം ഗാസ സിറ്റി കീഴടക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കലിന് സൈനിക നടപടി ആവശ്യമായി വന്നേക്കാം. അതേസമയം ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കുന്നതിനോട് സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട്. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ബന്ദികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കുമെന്ന മുന്നറിയിപ്പും IDF മേധാവി നൽകിയിരുന്നു. നേരത്തെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രയേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ 550ഓളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയത്. ഹമാസ് ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയല്ലെന്നാണ് അനുഭവ പരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് ഉദ്യോഗസ്ഥർ കത്തിൽ പറയുന്നു. ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന 2 യുദ്ധലക്ഷ്യങ്ങളും ഇസ്രയേൽ സൈന്യം കൈവരിച്ചു. ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാനമായ 3ാം ലക്ഷ്യം കരാറിലൂടെയേ നേടാൻ കഴിയൂ. ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെങ്കിലും അവിടം ഭരിക്കാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല. പകരം സൗഹൃദ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്ക് ഭരണം കൈമാറുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏത് രാജ്യത്തിനാണ് എന്നതിൽ വ്യക്തതയില്ല. ഓഗസ്റ്റ് 7-ന് രാത്രി മുഴുവൻ നീണ്ടുനിന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലാണ് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. ഇതിനു മുന്നോടിയായി നെതന്യാഹു തന്റെ ദീർഘകാല ലക്ഷ്യം വ്യക്തമാക്കുകയുണ്ടായി. ആദ്യം ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഇസ്രയേൽ ഏറ്റെടുക്കും. പിന്നീട് ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് ഭരണം കൈമാറുമെന്നതാണ് ഈ പദ്ധതി. ഗാസയിൽ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് അതിൽ പങ്കുണ്ടാകില്ലെന്നും നെതന്യാഹു പറഞ്ഞുവെക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ 5 ഉപാധികളും ഇസ്രയേൽ മുന്നോട്ട് വെച്ചു. ഹമാസിനെ നിരായുധീകരിക്കുക,
ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക, ഗാസയുടെ സൈനികവൽക്കരണം ഇല്ലാതാക്കുക, ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം ഉറപ്പാക്കുക, ഹമാസോ അതോറിറ്റിയോ ഇല്ലാത്തൊരു ഭരണകൂടം സ്ഥാപിക്കുക എന്നിവയാണ് ഉപാധികൾ. ഈ നീക്കം ഗസയിലെ ഹമാസ് ഭരണം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. ഹമാസ്, ബന്ദികളുടെ കുടുംബങ്ങൾ, ഇസ്രായേലിന്റെ സൈനിക നേതൃത്വം, അറബ് രാജ്യങ്ങൾ എന്നിവരുടെ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കും വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. പലവിധ ആശങ്കകളാണ് അല്ലേ? പ്രകൃതി ദുരന്തത്തിന്റെ, രാഷ്ട്രീയ പ്രതിസന്ധിയുടെ, സാമ്പത്തിക അരക്ഷിതത്വത്തിന്റെ, അങ്ങനെ പലതും. എല്ലാത്തിനെയും തരണം ചെയ്ത് മനുഷ്യൻ മുന്നോട്ടു പോകും. അതിനിടയിൽ ലോകക്രമത്തിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. എന്നും എപ്പോഴും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനാകില്ലല്ലോ. എല്ലാ കാലവും ഒരു രാജ്യത്തിന് മാത്രം സാമ്രാജ്യ ശക്തിയായി നിലനിൽക്കാൻ കഴിഞ്ഞെന്നും വരില്ല. നീതീകരിക്കാനാകാത്ത നീക്കങ്ങൾ നടത്തുന്ന ലോക നേതാക്കൾ ഇടയ്ക്കെങ്കിലും ഇത് ഓർത്താൽ നല്ലത്. സംഭവബഹുലമായ ലോക കാഴ്ചകളുമായി അടുത്ത വാരം കാണാം.